ഈ കാണുന്ന ഷുഗറിനെ റോ ഷുഗർ എന്നാണ് പറയുക. പക്ഷേ നാം ഉപയോഗിക്കുന്ന പഞ്ചസാര റോ ഷുഗർ അല്ല. അപ്പം നാം ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? അതെ, റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ എന്ന് പറയുന്ന ഈ തരം പഞ്ചസാരകളാണ് നാം ചായയിലെല്ലാം കലർത്താറുള്ളത്. ഈ ഷുഗർ ഉണ്ടാക്കാൻ ആദ്യം ഈ ബ്രൗൺ ഷുഗർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നന്നായി കലർത്തും. ഇത് ഷുഗർ ക്രിസ്റ്റലുകളെല്ലാം മെൽറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഈ മിശ്രിതം മണലിലൂടെയും ഗ്രാവൽ ഫിൽറ്ററുകളിലൂടെയും കടത്തിവിടും. ഇവ ബാക്കിയുള്ള അഴുക്കും കല്ലുകളും മറ്റും നീക്കം ചെയ്യുന്നു. ഇന്ത്യയിൽ സൾഫർ ഡൈ ഓക്സൈഡ്, ആക്ടിവേറ്റഡ് കാർബണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ ഇതിനായി ബോൺസാർ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തുവും ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മിക്ക പഞ്ചസാരകളും സൾഫർ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നതെന്ന് മുമ്പേ പറഞ്ഞല്ലോ. ഇത് വില കുറഞ്ഞതും വെജിറ്റേറിയൻ ഫ്രണ്ട്ലിയുമായ ഒരു രീതിയാണ്. പിന്നീട് ഇത് തണുപ്പിക്കും. ആ സമയത്ത് എക്സ്ട്രാ ക്രിസ്റ്റലുകൾ പിന്നീടും ആഡ് ചെയ്യും. ഇപ്പോൾ ഈ മിശ്രിതം വീണ്ടും ഒരു സെൻട്രിഫ്യൂജ് മെഷീനിലേക്ക് അയക്കുന്നു. ഈ മെഷീനിൽ വളരെ അധികം നേരിയ അരിപ്പകളാണ് ഉള്ളത്. അതുകൊണ്ട് ഷുഗർ ക്രിസ്റ്റലുകൾ ഇതിനുള്ളിൽ നിൽക്കുകയും ബാക്കിയുള്ള മൊളാസസും ജലവും എല്ലാം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. മെഷീൻ വളരെ വേഗത്തിൽ കറങ്ങുന്നത് കാരണം ഇത് സെൻട്രിഫ്യൂജ് ഫോഴ്സ് ഉണ്ടാക്കുകയും അങ്ങനെ വൈറ്റ് ഷുഗർ ക്രിസ്റ്റലുകളെല്ലാം ഉള്ളിൽ അവശേഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ക്രിസ്റ്റലുകളെ പിന്നീട് ഒരു റൊട്ടേറ്റിംഗ് ഡ്രയർ മെഷീനിലേക്ക് അയക്കുന്നു. ഇത് പിന്നീട് ഫിൽറ്റർ ചെയ്ത് സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നാം കാണുന്ന വൈറ്റ് ഷുഗർ അഥവാ റിഫൈൻഡ് ഷുഗർ നിർമ്മിക്കുന്നത്.